ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഞങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുണ്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് കുറേ കാലം ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിമൈൻഡ് ചെയ്യും. പ്രത്യേകിച്ച് നടക്കാൻ പോകാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇഷ്ടമാണ് വാക്കിംഗ്. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് പിള്ളേരെ കൂട്ടിയും ചെയ്യാൻ പറ്റും. പിന്നെ പിള്ളേർ എന്തെങ്കിൽ സൈക്കിളിൽ അല്ലെങ്കിൽ അവർ സ്ട്രോളറിലൊക്കെ ഇരിക്കുമ്പോൾ പുറകെ ഞങ്ങൾ പയ്യെ നടക്കും. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റും, പിള്ളേർ ഒത്തിരി ശല്യപ്പെടുത്തത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്, പ്രത്യേകിച്ച് സമ്മറിൽ ഗോയിങ് ഫോർ ലോങ് വാക്സ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് ഓരോ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ബുക്സ് വായിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ അതിൻ്റെ ബുക്സുകൾ വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അപ്പോൾ ചേട്ടൻ കേട്ട് കഴിഞ്ഞാൽ എന്നോട് അതിനെക്കുറിച്ച് തിരിച്ച് വൈകിട്ട് വന്ന് മിക്കവാറും ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ ബുക്സുകൾ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വായിക്കും, ഒരുമിച്ച് ഷെയർ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ്. അതേപോലെ ചില പ്രോജക്റ്റുകൾ, ഇപ്പോൾ വീട് ഞങ്ങൾ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അപ്പോൾ അത് ഒരുമിച്ച് ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ടീം വർക്കായിട്ട് ഞങ്ങൾക്ക് ഓഫ് കോഴ്സ് നമ്മൾ പിള്ളേരെ വളർത്തുന്നതും ബാക്കിയുള്ളതൊക്കെ ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഔട്ട്സൈഡ് ദാറ്റ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്, മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ച് ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതിലൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരും വി നോ ദ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ഈച്ച് അതർ. സോ വി കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ ആസ് ബെസ്റ്റ് ആസ് വി ക്യാൻ. അപ്പോൾ we don't have to point out that's your strength, that's your weakness. I know that this is her strength, so she will kick in. And when it's my strength, I will kick in and we will chip in and compliment ചെയ്ത് ഒരു ടീം എഫേർട്ടായിട്ട് മുന്നോട്ട് പോകും. that is something we enjoy a lot. എനിക്ക് വിവാഹത്തിൻ്റെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കുറേ കൂടി ഒരു ഡെപ്തിൽ വളരുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായത് ആദ്യത്തെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ കൂടി ഒരു സെൽഫ് അവെയർനെസ്, ഒരു മ്യൂച്വൽ അവെയർനെസ് നന്നായിട്ട് ഉണ്ടായി. എന്താണ് ഒരാളുടെ ഞങ്ങളുടെ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എവിടെയാണ് വീക്ക് സ്പോട്ട്, എവിടെയാണ് സ്ട്രെങ്ത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ആദ്യ കാലത്തൊക്കെ അതിൻ്റെയൊക്കെ പേരിൽ അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ കൂടെ ഒരു അവെയർനെസ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ ഒത്തിരി അടി ഉണ്ടാവുന്നില്ല. കാരണം എനിക്കറിയാം ഓക്കെ ആ സ്ഥലത്ത് ഞാൻ ചിപ്പിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുപോലെ ചേട്ടനറിയാം ഓക്കെ ഇവളീ കാര്യത്തിൽ വീക്കാണ്, അപ്പോൾ ഞാൻ ചിപ്പിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു അവെയർനെസ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഞങ്ങളുടെ പരസ്പരം, അതുപോലെ ഞങ്ങളുടെ ടെമ്പറമെൻറ്റ് പരസ്പരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളെ ഒരു ഓവറോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശരിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു അവെയർനെസ്.